വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നേക്കുക. അപ്പം അവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റ് തന്നെ താമസിച്ചിട്ടാണ് എഴുന്നേറ്റത്. വീട്ടിലെ പണി എന്ന് വെച്ചാൽ ഇച്ചുവിനെ നോക്കണം, പിന്നെ വീട്ടിലൊന്ന് തൂത്ത് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ചെയ്യാനുള്ള പണിയെന്ന് വയ്ക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനും ബ്രഷ് ചെയ്ത് ഇച്ചുവിനും ബ്രഷ് ചെയ്തപ്പം ഇവിടെ കഴിക്കാൻ ബൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചുവിന് ബൂരിയും പാത്രത്തിൽ പിച്ചി ഇട്ട് കൊടുത്ത് അവൻ അവിടെ ഇരുന്ന് കഴിക്കുക. കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് പിന്നെ അവന് വേറെ പിച്ചുകാരി കൊടുക്കണം, എന്നാലേ അത് വയറ് നിറയെ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറേ കഴിച്ചിട്ട് എടുത്ത് കളയാറാ പതിവ്. പിന്നെ കളിപ്പാട്ടമൊക്കെ വാരി അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടക്കുക. ഇതൊക്കെ തന്നെ പരിപാടി. ഇത് ഒതുക്കുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക. മതിച്ചു വേദനിക്കുന്നില്ല വീട്. എന്റെ കുഞ്ഞു പാവ വേദനിപ്പിക്കാതെ കടിക്കത്തുള്ളൂ അല്ലേ? കുഞ്ഞു പാവല്ലേ, കുഞ്ഞു പാവല്ലേ. അവിടെ ഉമ്മ അടുക്കളയിൽ പാചകം. ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയത് എന്തോ ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാന്നുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മോണ്ട ഉണ്ടാക്കി വെച്ച് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബൂരിയാണ്. ബൂരിയും ബീഫും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു പെരക്കാൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ ടിവിയും പോയി ഓഫ് ചെയ്ത്. തലേ കളപ്പാട്ടം വെച്ചോ. പിന്നെ പുറത്ത് നോക്കിയപ്പോൾ ഇച്ചു ഉമ്മായും കൂടെ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നത്. ഇത് നാല് നമ്മുടെ വീട്ടിലെ പൂച്ചയായിട്ട്. വീട്ടിനകത്തൊന്നും കയറ്റത്തില്ല, പുറത്തൊക്കെ തന്നെയാണ്. എപ്പോഴും ഇതിങ്ങനെ കാണും, വീട്ടിന്റെ പുറത്ത് കാവൽക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. കൃഷിയൊക്കെ എന്തോ ഇമ്മ നല്ല പയറൊക്കെ പടർത്തിയിട്ടായിരുന്നു. പയറ് സീതപ്പഴം കായൊന്നും ആയില്ല, കായ് വിളഞ്ഞില്ല. ആടെ ഇതണ്ട കോവയ്ക്ക പൊട്ട് പറിച്ചതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ചേ ഉള്ളൂ കോവയ്ക്ക, എന്നാലും നമുക്ക് തോരൻ വയ്ക്കാനുള്ളത് കിട്ടും. റംബൂട്ടാൻ പറിക്കാം. ആണോ? ആ കടി കടി തുപ്പിക്കളഞ്ഞ് ഞാൻ തിന്നു. ചെറിയ കറിയൊക്കെ ഉണ്ട്, പൊട്ടായുണ്ട്. ഇച്ചു റംബൂട്ടാൻ പറിക്കാം. വാ, ചെരുപ്പിട്ടില്ലല്ലോ നീ. ചുമന്ന് തുടങ്ങി. എന്നാ പിടിച്ചോ. കുറേ റംബൂട്ടാനൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. മഴയ്ക്ക് ചെറിയ കോളൊക്കെ കാണുന്നുണ്ട് മഴയുടെ. ഇച്ചുവിന് ഇങ്ങനെ വെളിയിലിരിക്കുമ്പോഴത്തേനും ഇപ്പോൾ ഭയങ്കര സംശയങ്ങളാണ്. അവിടെ ഇങ്ങനെ തറയിലൊക്കെ ഓരോന്ന് കിടക്കുന്നത്, അതെന്തുവാ, അതാരാ നട്ട് വെച്ചത്, അതാരാ പറിച്ചത്, അങ്ങനെ ഓരോന്ന് എൻ്റെ അടുത്ത് വഴിയെ പോകുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നാണ്ടടാ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഓ ഭയങ്കര മഴ. റൂമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് നോക്കട്ടെ. അല്ലോ, ഇത് ആരെടുത്ത് തന്ന് നോക്കട്ടെ അമ്മച്ചി, നീ കാണിച്ചു. ഇത് പന്നലാക്കരുത് ഇച്ചു. ഇത് എന്തിനാ അമ്മ? സൂക്ഷിച്ചു വയ്ക്കട്ടെ. വേണ്ട അമ്മ, വേണ്ട അലമാരി വയ്ക്കട്ടെ. രാജകുമാരി എന്ന് സ്വർണം വാങ്ങിച്ചപ്പം കിട്ടിയ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന വെച്ചു അല്ലേ ചേച്ചി? നമ്മള് ഗോൾഡ് മേടിച്ചപ്പോൾ കിട്ടിയ ഗ്ലാസ്. തലൈവ സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇച്ചു ആണ് കുറേ നേരം അതിൽ നോക്കിയിരിക്കും. അങ്ങനെ TV കാണത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളമൊക്കെ തന്നെ. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ അവന് ചോറ് വാരി കൊടുക്കാമെന്നും പറഞ്ഞ് നോക്കിയതാ. വേണ്ടെന്നും പറഞ്ഞ് കുനിഞ്ഞ് കമന്ന് കിടക്കും. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വാരി കൊടുത്ത് പിന്നെ ഞാനും ചോറൊക്കെ കഴിച്ച് ഉച്ചയാകുമ്പോൾ ഇച്ചു കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. പിന്നെ അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നത്. അവൻ്റെ കൂടെ ഞാനും കുറച്ചു നേരം കിടക്കും ഉച്ചയാകുമ്പോഴത്തേനും. വൈകിട്ടായപ്പോഴത്തേനും ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പൊരിപ്പ് മേടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പൊരിപ്പൊക്കെ മേടിച്ചുകൊണ്ടെന്ന് ഇവിടെ പാലൊക്കെ അടുപ്പിലാക്കി ചായ ഇട്ട് ഞാനും ഇച്ചു ഉമ്മയും കൂടെ പൊരിപ്പൊക്കെ കഴിച്ച് മതിയോ പയ്യെ ചായ കൊണ്ടുവന്നിട്ട് വൈകിട്ട് അങ്ങനെ വലിയ മഴയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിട്ട് പുറത്തോട്ട് ഞാനും ഇച്ചും കൂടെ പുറത്തോട്ടൊന്ന് മേളിൽ കടയുണ്ട്, അവിടെ കടയിൽ പോവുക. വെളിയിൽ ഇറങ്ങിയപ്പോഴേ അവൻ ഓടി അങ്ങോട്ട് പോകും, മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അക്കു അക്കു വേറെന്താ വേണം അച്ചുവിന്?
മിഠായിയോ? ഏത് മിഠായിയാ? അതോ? ലൈസ് വേണോ? മഞ്ചു വാങ്ങിയിട്ട് മഞ്ച് മാമ ഒരു മഞ്ചു ഇവിടെ 5 ഒരു മഞ്ച് കാണും. മഞ്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഒക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.